അപ്പോൾ നോ ലോജിക് ഓൺലി മാഡ്നസ് ഇങ്ങനെ അങ്ങ് എഴുതി വെച്ചാൽ പിന്നെ എന്തും കാണിക്കാം അല്ലേ? കമേഴ്സ്യൽ സിനിമ ഫാൻസ് ഒക്കെ മണ്ടന്മാരാണെന്നാണോ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്? അതോ മന്ദബുദ്ധികളാണെന്നാണോ? എങ്ങനെ ഇതുപോലുള്ള സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കാൻ സാധിക്കുന്നു? ഇതുപോലൊരു സിനിമയെ മുൻനിർത്തിയാണല്ലോ നിങ്ങൾ സിനിമയ്ക്ക് പുറത്തുള്ള സംഭവവും ഒരു സിനിമയും തമ്മിൽ കൂട്ടിക്കുഴക്കരുത്, സിനിമയെ സിനിമയായി കാണണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഇട്ടതെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ സിനിമ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരെ കമന്റ് ബോക്സിൽ ഇതിനോടകം ഞാൻ കണ്ടു കഴിഞ്ഞു. സത്യത്തിൽ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് തന്നെയാണോ കമന്റ് ഇടുന്നത്? വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു സാധാരണ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ ഒരു സൃഷ്ടി ഇഷ്ടപ്പെട്ടു എന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയുന്നതെന്ന് ഐ ജസ്റ്റ് ഡോണ്ട് ഗെറ്റ് ഇറ്റ് മാൻ. ദിസ് ഇസ് എ ടെറിബിൾ പീസ് ഓഫ് എ മൂവി. സിനിമയുടെ തുടക്കം മുതൽ കാണിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ചെറിയ തകരാറുകൾ തോന്നുമെങ്കിലും ഓക്കെ, ദിസ് ഇസ് നോ ലോജിക് ഓൺലി മാഡ്നസ് പരിപാടിയാണ്, ഇതിങ്ങനെയാണ്, സോ ലെറ്റ്സ് എൻജോയ് ഇറ്റ് എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ സിനിമ തുടങ്ങി കൃത്യം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായി ഒരു സീനിൽ ജെനുവിനായി ചിരിക്കുന്നത്. ദിലീപിന്റെ പഴയൊരു പടത്തിന്റെ റെഫറൻസ് ആയിരുന്നു ആ ഒരു സീനും. ഇത് കഴിഞ്ഞ് ഇന്റർവെൽ ബ്ലോക്കിൽ വരുന്ന ഫൈറ്റ് സീനിൽ ഒരു പഴയ പാട്ട് വരുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ പഴയ പാട്ടുകൾ ആ രംഗത്ത് വരുന്നുണ്ട്. ബട്ട് അതിനിടയിൽ ഈ ഒരു പാട്ട് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഗൂസ് ബംസ് വന്നു. കണ്ടുമറന്ന ദിലീപിന്റെ ചില പഴയ സംസാര രീതികൾ കാലങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോൾ അതും ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഇതുപോലുള്ള എണ്ണിപ്പെറുക്കാൻ പറ്റിയ 2-3 പോയിന്റുകൾ വെച്ച് ഫസ്റ്റ് ഹാഫ് എങ്ങനെയൊക്കെയോ പോയി. എന്നാൽ സെക്കൻഡ് ഹാഫിൽ ഞാൻ സാക്ഷിയായത് ഒരു വലിയ ആക്രമണത്തിനായിരുന്നു. ഒരു ഇരുട്ടുമുറിക്കകത്ത് ഒരു പറ്റം ജനങ്ങളെ അഥവാ പ്രേക്ഷകരെ ഒരുമിച്ച് കിട്ടിയപ്പോൾ കാണിക്കാൻ പറ്റിയതിന്റെ അങ്ങേയറ്റം ടോർച്ചറിങ്. ഇതിൽ ചിലയിടത്ത് അവർ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എന്റെ കണ്ണിൽ നിന്ന് ചോരയാണ് പൊടിഞ്ഞത്. ക്ലൈമാക്സ് ഭാഗങ്ങളിൽ നായകന്റെ മോട്ടീവ് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തവണ ചോര പൊടിഞ്ഞത് ചെവിയിൽ നിന്നായിരുന്നു. ഇനി നായകനും വില്ലനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വെളിപ്പെടുത്തുന്ന രംഗങ്ങളുണ്ട്. ഒന്നല്ല 1000 തവണ. കാരണം തൊട്ടു മുൻപ് കാണിച്ച ആ ഒരു കോൺഫ്ലിക്റ്റ് പോരാ എന്നൊരു തോന്നൽ അവർക്ക് തന്നെ ഉണ്ട്. അങ്ങനെ അവരിത് വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ നമ്മുടെ തലയൊട്ടി പൊട്ടിച്ചിതറുകയാണ്. എന്തിന് ഞാനിതിന് ടിക്കറ്റ് എടുത്തു എന്നോർത്ത്. ബട്ട് ഐ എം എ മാൻ ഓഫ് വേർഡ്സ്. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, ഞാൻ റിവ്യൂ കണ്ടിട്ടല്ല സിനിമയ്ക്ക് പോവാറ്. എനിക്ക് സെൽഫ് ഹൈപ്പ് തോന്നിയ സിനിമകൾ ഞാൻ പോയി കാണും. അങ്ങനെ പോയി കണ്ടതാണിത്. ഇനി നിങ്ങളും ഇത് പോയി കാണണം. എന്നിട്ട് നിങ്ങൾ ആ തിയേറ്ററിനകത്ത് നിന്ന് അനുഭവിക്കണം. അങ്ങനെ ഞാൻ മാത്രം പെട്ടാ പോരല്ലോ. മനസ്സിലായോടാ തെണ്ടികളെ. ഈ സിനിമയിലെ നായകന് ഭ്രാന്താണ്, എഴുതിയവർക്കും സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും.